ആമിർ അൽ മെഹ്ദി അൽ മൻസൂർ അൽ ഗദ്ദാഫി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ലോകം മുഴുവൻ കീഴടക്കിയ പേരാണത്. അത് ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് യാത്ര പോയപ്പോൾ 2 തവണ വിമാനം നിലത്തിറക്കേണ്ടി വന്നതും മൂന്നാമത് അദ്ദേഹവുമായി തന്നെ ആ വിമാനം പോയതുമായ വാർത്ത വലിയ വൈറലായിരുന്നു. അത് പാശ്ചാത്യ ലോകത്തും വൈറലായി. മനുഷ്യരുള്ളിടത്തൊക്കെയും അത് ഒരു വലിയ അത്ഭുതകരമായ വാർത്തയായി വന്നു. ഒരു മനുഷ്യൻ ഹജ്ജ് കർമ്മത്തിന് പോകാനുള്ള ഇച്ഛാശക്തിയോടെ വരികയും അവിടെ അത് തടസ്സപ്പെടുകയും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയും ചെയ്തപ്പോൾ വലിയ സ്ഥൈര്യമുള്ള ധീരനായ ക്യാപ്റ്റൻ വിമാനം പറത്തി ഉയർത്തിയിട്ട് വിമാനം പറത്തി മുകളിലേക്ക് കൊണ്ടുപോയി വീണ്ടും 2ാം തവണ ഇറക്കുമ്പോൾ ഇനി ഇറങ്ങിയാൽ ആ യാത്രക്കാരനുമായി തിരികെ പോരൂ എന്ന് പറയേണ്ടി വന്നതാണ് അതിൻ്റെ സന്ദർഭം. ലിബിയക്കാരനായിരുന്നു ഇദ്ദേഹം. ഒന്ന് ഓർത്തു നോക്കൂ, ഈ വാർത്ത എത്രത്തോളം അസ്വസ്ഥമാക്കിയതുകൊണ്ടാവണം ഈ നിരീശ്വരവാദികളും യുക്തിവാദികളുമൊക്കെയായ ആളുകൾ പടച്ചുവിടുന്ന ഒരു കാർഡിലൂടെ ഇങ്ങനെ ഒരുപാട് വിശ്വാസികൾ വളരെ വേദനാപൂർവ്വം ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്ത എന്താ? ആമിർ മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആമിറും മരിക്കും, ആമിറന്മാരെല്ലാം മരിക്കും, അമീറും മരിക്കും, എല്ലാവരും മരിക്കും. എന്നാൽ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്നത് വരെ ഇതിനെ സംബന്ധിച്ച് ഒരു സ്ഥിരീകരണവുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് മരണപ്പെട്ട വാർത്ത ഹജ്ജുമായി ബന്ധപ്പെട്ട് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഹാജിമാരൊക്കെ ഇപ്പോൾ മിനയിലേക്കുള്ള യാത്രയിൽ മിനയിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവണം. ഈ സന്ദർഭത്തിലും ഈ ആൾ മരണപ്പെട്ടു എന്ന് പറയുന്നൊരു വാർത്ത പുറത്തുവിട്ട് ഈ പറയുന്ന വിശ്വാസികളെ 2 തരത്തിൽ, ഒന്ന് ഈ വളരെ സങ്കടകരമായൊരവസ്ഥ സൃഷ്ടിക്കുക, 3 നടക്കാത്തൊരു സംഭവത്തിൻ്റെ പേരിൽ വീണ്ടും ഒരുപാട് കഥകളൊക്കെ പറയിക്കുകയോ സംഭവങ്ങളൊക്കെ പറയിക്കുകയോ ചെയ്യുന്നതിലൂടെ ഈ നടന്നുപോയ സംഭവത്തിൻ്റെ തിളക്കം, അതിൻ്റെ ഒരു തനിമ, അതിൻ്റെ ഒരു അനിർവചനീയ ഭാവം അതൊന്ന് ഇല്ലാതാക്കാനും കുറയ്ക്കാനും വേണ്ടി നടത്തുന്ന എത്ര ക്രൂരമായ അഭ്യാസമാണെന്ന് നോക്കണേ. അത് വ്യത്യസ്ത ഭാഷയിൽ, വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത പേജുകളിൽ നിന്ന്, ഒരു അറബ് ടൈറ്റിലുള്ള പേജിൽ നിന്നാണ് അത് ആദ്യം ഉത്ഭവിച്ചത്. പലരും ഇങ്ങനെ അയച്ചു തന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നത് കാരണം ഇത് ചെക്ക് ചെയ്തെങ്കിലും ഈ പറഞ്ഞതുപോലെ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ അറിയാനായി വൈകി പോവുകയായിരുന്നു. ഇതുവരെ ഒരു ശരിയായ മാധ്യമങ്ങളും ഇത്തരം ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കാണേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു സമൂഹത്തിൻ്റെ വൈകാരികതയെ അപഹാസ്യമാം വിധം ഇങ്ങനെ ചിത്രീകരിച്ച് ചൂഷണം ചെയ്ത് അത് കണ്ട് ആനന്ദിക്കുന്ന ഒരുതരം വൈകല്യ സ്ഖലന മൂർച്ചയെന്നോ രതിമൂർച്ചയെന്നോ ഒക്കെ പറയാവുന്ന ഒരു സംഗതി. രണ്ടാമത്തെ സംഗതി എന്താ? ഈ സംഭവത്തിൽ അതിലൊരു ഫേക്കും ആരോപിക്കാനോ അതിൻ്റെ വസ്തുതകൾ നിരത്താനോ നമ്മുടെ രവിചന്ദ്രൻ ആരിഫ് ആദിയായ നിരീശ്വരവാദികൾക്ക് ആർക്കും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വിമാനം പറന്നു പൊങ്ങുക, സാങ്കേതിക തകരാറ് കാണിക്കുക, വീണ്ടും ഇറങ്ങുക, വീണ്ടും പൊങ്ങുക, വീണ്ടും ഇറങ്ങുക, കയറ്റാതിരുന്ന ആളിനെ കയറ്റിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതുകൂടി ഈ പറയുന്ന ആളുകളിൽ എത്ര അസ്വസ്ഥതയാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതിക വിദ്യയൊക്കെ പുറത്തു കൊണ്ടുവന്നേനെ. എന്ന് മാത്രമല്ല, അത് ലോകം മുഴുവനുള്ള വ്യത്യസ്ത മുൻവിധികളും അജണ്ടകളും ഒക്കെ ഉള്ള ചാനലുകൾ സഹിതം സംപ്രേഷണം ചെയ്തതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ആമിർ മരിച്ചു എന്ന് പറയുന്നൊരു വാർത്ത പുറത്തുവിട്ട് അത് കണ്ട് ആരൊക്കെയോ ഖേദിക്കുകയോ വ്യസനിക്കുകയോ ചെയ്യുന്നത് കണ്ട് സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ചില വൈകൃത വികാരരതിമൂർച്ചയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് ഇതുവരെയുള്ള റിപ്പോർട്ട്. എന്നുവെച്ച് ആമിർ മരിക്കത്തില്ലെന്നും ആമിറന്മാർ മരിക്കത്തില്ലെന്നും അമീറന്മാർ മരിക്കത്തില്ലെന്നും രാജാക്കന്മാർ മരിക്കത്തില്ലെന്നും ഒന്നുമില്ല. അതിൻ്റെ സമയമാകുമ്പോൾ എല്ലാവരും പോവും, മുൻപും പുറവുമായി പോവും, തുല്യതയോടെ പോവും. ആ തുല്യതയോടെ ജീവിതകാലത്ത് പോകുന്ന ഒരു യാത്രയുടെ വേളയിലാണ് ഇപ്പോൾ മിനയുള്ളത്, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ വിവരം നിങ്ങളെ ഒന്ന് അറിയിച്ചെന്ന് മാത്രം. ഇനി മറ്റൊരു ഫേക്കു കൂടി കറങ്ങുന്നുണ്ട്. ആ ഫേക്കു പിന്നീട് പറയാം. ഒരുമിച്ച് പറഞ്ഞാൽ വലിയ ദൈർഘ്യമാവും.